ഹലോ, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത്. കുറച്ച് ദിവസമായി ഈ ഒരു ഇഷ്യൂ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ഇമ്പാക്റ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം എനിക്ക് തോന്നി ഇതിനെക്കുറിച്ചൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്ന്. കാരണം എനിക്ക് രണ്ട് വ്യക്തികളെ ഒരുപാട് ഇഷ്ടപ്പെട്ട വ്യക്തികളാണ്. ശ്വേതാ മേനോൻ എന്ന ശ്വേതാജിയും അതുപോലെ തന്നെ രമേശ് പിഷാരടി എന്ന ചേട്ടനെയും എനിക്ക് ഒരുപാട് ഇഷ്ടം കേട്ടോ. കാരണം നല്ല രണ്ട് വ്യക്തികളാണ്. നല്ല സിനിമയിലായാലും ശരി, മറ്റുള്ള ഷോകളിലായാലും ശരി, ഇവരുടെ സംസാര ശൈലി അതുപോലെ തന്നെ ഇവരുടെ അഭിനയം കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഈ രണ്ട് വ്യക്തികൾ എനിക്ക് പേഴ്സണലായിട്ട് ഒരു ഇഷ്ടക്കുറവും ഇല്ല കേട്ടോ. ഈ ഒരു ഇഷ്യൂ, അതായത് ഈ ഒരു റെക്കോർഡ് പുറത്ത് വന്നതിന് പിന്നാലെ ഒരുപാട് പോസിറ്റീവ് കമന്റ്സും ഒരുപാട് നെഗറ്റീവ് കമന്റ്സും ഈ രണ്ട് വ്യക്തികൾക്കും വന്നിട്ടുണ്ട്. അപ്പൊ എന്റെ ഭാഗത്ത്, അതായത് ഈ ഒരു രണ്ട് വ്യക്തികൾക്കിടയിൽ ആരുടെ ഭാഗത്താണ് ന്യായം എന്ന് എനിക്ക് തോന്നുന്ന ഒരു വ്യക്തിയെ പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. ഞാൻ ഒരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഞാൻ പറയുന്നില്ല. എൻ്റെ ഭാഗത്ത് ആരാണോ ശരി എന്ന് തോന്നിയത് അത് ഞാൻ പറയുന്നു. അപ്പൊ ഗൈസ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പൊ ഗൈസ്, നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ ശരിക്കും കണ്ടതിന് ശേഷം മാത്രം കമന്റ് ചെയ്യുക കേട്ടോ. ഞാനൊരു കാര്യം പറയാം, എനിക്ക് പേഴ്സണലി ഈ രണ്ട് വ്യക്തികളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാണ്. പിഷാരടി എന്ന ആക്ടറിനെയും ശ്വേതാ മേനോൻ എന്ന ശ്വേതാജിയെയും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ശ്വേതാ മേനോൻ ഒരുപാട് നല്ല പരിപാടി ആങ്കർ ആയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി ആ ഒരു ആങ്കർ സ്റ്റൈലാണ്. എല്ലാവരോടും ഉള്ള വിനയമാണ്. അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടം കേട്ടോ. അപ്പൊ ശ്വേതാജീനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ പിഷാരടി സാറിനെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. കാരണം അദ്ദേഹം ഒരു MLA ആണ്. അദ്ദേഹത്തെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അദ്ദേഹത്തെ കോമഡി അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സംസാര ശൈലി ഒക്കെ ഇഷ്ടമാണ്. സിനിമയിലാണെങ്കിലും ശരി, മൂപ്പര് പറയുന്ന ഓരോ കാര്യങ്ങൾ, ഇപ്പൊ MLA ആണല്ലോ, ആ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഇവിടെ ആരെയും കുറ്റപ്പെടുത്തുകയോ ഇതൊന്നുമല്ല. ഈ ഒരു ഇഷ്യൂ, ഈ ഒരു വോയിസ് റെക്കോർഡ് പുറത്ത് വന്നതിന് പിന്നാലെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സും പോസിറ്റീവ് കമന്റ്സും രണ്ടു കൂട്ടർക്കും വന്നിട്ടുണ്ട്. അപ്പൊ ഗൈസ്, നമുക്ക് ആ ഓഡിയോ ഒന്ന് കേട്ടു നോക്കാം കേട്ടോ. ഞാൻ ക്രൗൺ പ്ലാസ. ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. അപ്പൊ ഞാന് ഇവിടെ വന്നാ ഹലോ അല്ല, അതല്ല, ഞാൻ അങ്ങനെയല്ല. ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞത്. ആ പരിപാടി അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയ ഒരു വ്യക്തിയാണ്. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും അറിയാത്ത ഒരു കാര്യം അതാണ്. അല്ല, ഹസ്ബൻഡ് വന്ന് പോട്ടല്ല. യു ജസ്റ്റ് ടിഷ്യൂ. ഐ വാണ്ട് യു പീപ്പിൾ ടു ഗിവ് മീ ദ. നമുക്ക് എന്താണ് ഇവിടുത്തെ ഈ ഒരു വോയിസ് റെക്കോർഡ് എന്ന് മനസ്സിലായിട്ടുണ്ട്. അതായത് പിഷാരടി ശ്വേതാ മേനോൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഇന്ന സ്ഥലത്താണ് പറയുന്നുണ്ട്, എൻ്റെ ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്യാണ് എന്ന് പറയുന്നു. ഓക്കെ, ഒരു നോർമലായിട്ട് പറയുന്നു, എൻ്റെ ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്യാന്ന് പറയുന്നിട്ടുണ്ട്. അപ്പോൾ പിഷാരടി പറയുന്നത് ഇതാണ്, ഹസ്ബൻഡ് വന്നിട്ടുള്ള പരിപാടിയെ കുറിച്ചാണ്. ഇവിടെ എനിക്ക് മോശമായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഇപ്പൊ ഒരു കാര്യം നമുക്ക് നോക്കാം. ഇവരുടെ ഈ ഒരു ഇതുണ്ടല്ലോ, ഫ്രണ്ട്ഷിപ്പ്, ഇവർക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അതായത് ഏതൊരു പരങ്കന ആയിക്കോട്ടെ, ഒരു ടെലിവിഷൻ പരിപാടി ആയിക്കോട്ടെ, ഒരു അവാർഡ് ഷോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കിടിലെന്ന് പറയുന്ന പരിപാടിയിലൊക്കെ ഇവർ ജഡ്ജസ് ആയി ഇരുന്നിട്ടുണ്ട്. അതിലൊക്കെ ആയിക്കോട്ടെ, ഇവർക്ക് നല്ല ഫ്രണ്ട്ഷിപ്പാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തികളാട്ടോ. അതിലൊക്കെ എന്ത് ഹാപ്പി ആയിട്ടാണ് ഇവർ പെരുമാറിയത്. ഈ ഒരു സംഭാഷണത്തില്
ഒരു തർക്കം ഉണ്ടായിട്ടില്ല. പേഴ്സണലി ഞാൻ പറയാണ്, ഒരു തർക്കം ഉണ്ടായിട്ടില്ല. ഇവർ തമ്മിൽ ഒരു തർക്കം ഉണ്ടായിട്ടില്ല. ശ്വേതാ മേനോന്റെ ഹസ്ബൻഡിന് കാത്തിരിക്കെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തമാശ രൂപത്തിലാണ് ഇത് പറഞ്ഞത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിലൊരു സെക്ഷലായിട്ട് ഒരു ഫീലിങ്സും കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. കാരണം ഈ ഒരു വ്യക്തി അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു വാല്യൂ വെച്ചിട്ട് പറഞ്ഞതായിരിക്കാം. അപ്പോ ഈ ഒരു സംഭവത്തില് ഞാൻ പിഷാരടി സാറിന്റെ കൂടെയാണ് കേട്ടോ. കാര്യം വേറൊന്നുമല്ല, അദ്ദേഹത്തിന് ഒരു സ്ത്രീ അപമാനിക്കുന്ന തരത്തിലുള്ള വാക്കുകളിലോ ഇതിലൊക്കെ ഞാൻ ഒരിക്കലും ഒരു പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരാളല്ല. പക്ഷെ ഈ ഒരു ഇഷ്യൂ ഇപ്പൊ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോയിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ അഭിപ്രായം പറയാം, ഇതിൽ ശ്വേതാജി കാണിച്ചത് മോശമായി പോയി എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. കാരണം ഞാൻ പിഷാരടി സാറിന്റെ കൂടെ തന്നെയാണ്. കാരണം അദ്ദേഹം ഒരു ഇതായിട്ട് പറയണ പോലെ എനിക്ക് തോന്നിയിട്ടില്ല. അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്താണ് പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു ഇത്ര വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. കാരണം അത് ഫ്രണ്ട്ഷിപ്പിന്റെ ബേസ്ഡ് ആയി, ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു വാല്യൂവിന്റെ പുറത്ത് പറഞ്ഞതായിരിക്കാം. കുഴപ്പമൊന്നുമില്ല, അവർക്കിടയിലുള്ള പ്രശ്നമാണ് ഇതൊക്കെ. സത്യം പറഞ്ഞാല് അത് അവർക്ക് പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ഇത് വെറുതെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് മറ്റുള്ളവർക്ക് ഒരു കണ്ടന്റ് ആക്കി മാറ്റാവുന്ന തരത്തിലുള്ള ഇതൊക്കെ വളരെ മോശമുള്ള കാര്യം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ശ്വേതാജിയെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല. ജഡ്ജസിന്റെ അതായത് ജഡ്ജസ് ആയിട്ട് ഷോ ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, എനിക്ക് ആ ചേച്ചിയുടെ ഒരുപാട് സംസാര ശൈലി, അതുപോലെ തന്നെ ചേച്ചിയുടെ സ്റ്റൈലാണ്, സാരി ഒക്കെ എടുത്ത് വരുന്ന സ്റ്റൈലാണെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ചേച്ചി ഈ ഒരു അഭിപ്രായത്തിൽ ഞാൻ ചേച്ചിയുടെ കൂടെ നിൽക്കത്തില്ല കേട്ടോ. ഞാൻ പിഷാരടി ചേട്ടന്റെ കൂടെയാണ് നിൽക്കുന്നത്. കാരണം എനിക്കിതിലൊരു മോശമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു വാല്യൂ ഉള്ളത് കൊണ്ട് മാത്രമായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പൊ ഞാനൊരു വീഡിയോ കൂടെ ഒരു ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഞാനൊരു ഫോട്ടോ കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ ഇതാ ഇവിടെ ശ്വേതാജി പിഷാരടി ചേട്ടന് ഒരു ഉമ്മ കൊടുക്കുന്ന ഒരു ഫോട്ടോ ആണിത്. ഇതൊക്കെ വളരെ എൻജോയ് ചെയ്തിട്ടാണ് രണ്ടു കൂട്ടരും ചെയ്തിട്ടുള്ളത്. ഇതൊരു ആ കിടിലൻ എന്ന് പറഞ്ഞൊരു ഷോയുടെ ഇടയിൽ സംഭവിച്ച ഒരു ഇതാണ്. പരസ്പരം ഇഷ്ടപ്പെടാതെ അവർ ചെയ്തിട്ടുമില്ല. കാരണം അത് അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഇതാണ്. അതുപോലെ തന്നെ അതിന്റെ അത്ര പോലും ഒരു പ്രശ്നം ഈ ഒരു റെക്കോർഡിൽ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. ഇവിടെ പിഷാരടി ചേട്ടൻ എന്ന വ്യക്തിയെ അപമാനിച്ചതിന് തുല്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. കാരണം അദ്ദേഹം ഇപ്പൊ ഒരു MLA ആണ്. ഞാൻ ഏത് പാർട്ടിയിലും നിൽക്കുന്ന ഒരാളല്ല. എനിക്ക് കോൺഗ്രസോ BJPയോ മാർക്സിസ്റ്റ് പാർട്ടിയോ ഒന്നുമില്ല. ഞാൻ സത്യസന്ധരായിട്ടുള്ള ഏത് വ്യക്തിയാണോ ആ വ്യക്തിയുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. ബേസിക്കലി അതായത് എനിക്ക് പിഷാരടി ചേട്ടൻ എന്നൊരു MLA, ഒരു സാറാണ്, ഒരു MLA ആണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതിയും അതുപോലെ തന്നെ ആ ഒരു പൊളിറ്റിക്കൽ ശൈലിയൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഒരിക്കലും ഒരു മോശമായിട്ട് ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയുന്നില്ല കേട്ടോ. ഒരുപാട് മോശമായിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ അവരൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ പിഷാരടി ചേട്ടൻ ഒരുപാട് നല്ല വ്യക്തിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ ഈ ഒരു റെക്കോർഡിന്റെ ഇഷ്യൂല് ഞാൻ തീർച്ചയായിട്ടും പിഷാരടി ചേട്ടന്റെ കൂടെ തന്നെയാണ്. അതായത് നമുക്ക് അറിയാം, സീരിയലിലും സിനിമയിലും ഒക്കെ ഒരുപാട് സജീവമാണ് ബീന ആന്റണി. ആ ചേച്ചി ഇതിനെക്കുറിച്ചൊരു പറഞ്ഞിട്ടുണ്ട്, ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ആ ക്ലിപ്പും കൂടി ഞാൻ അതിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ ചേച്ചിയുടെ അഭിപ്രായം. അപ്പൊ അതോടെ ശ്വേതയും പിഷാരടിയും തമ്മിലുള്ള പിഷാരടി ഈ ഒരു പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ നിന്ന ആളാണ്. ഇപ്പം നല്ലൊരു പൊസിഷനിൽ ഏറ്റവും നല്ല എന്താ പറയുക ജനപിന്തുണയോടെ ഒരു MLA ആയിട്ട് വന്ന ആളാണ് പിഷാരടി. ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമുണ്ട് പിഷാരടിയുടെ കാര്യത്തിൽ. ആ പിഷാരടി നമ്മുടെ ഈ അമ്മയുടെ ഒരു ക്രൈസിസിൽ ഹെൽപ്പ് ചെയ്യാൻ വന്ന ഒരാളാണ്. ആ ആള് ശ്വേതയോട് ഏറ്റവും അടുപ്പമുള്ള രണ്ട് സുഹൃത്തുക്കളാണ് അവർ തമ്മിലുള്ള സംസാരം ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് പിഷാരടിയെ പോലെ ഇത്ര ഇതിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ ഇതുപോലെ വേദനിപ്പിച്ചതിലും ഇതുപോലെ മോശമാക്കിയതിലും ഞാൻ എൻ്റെ ദുഃഖം രേഖപ്പെടുത്താണ്. അത് വളരെ മോശമായി പോയി എന്ന് തന്നെ ഞാൻ പറയുന്നു. ഒരിക്കലും
വളരെ വലിയ വിശ്വാസവഞ്ചനയാണ് ശ്വേതയെ കാണിച്ചിരിക്കുന്നത്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം അവർ തമ്മിൽ എത്രയോ ആത്മബന്ധമുള്ള ആൾക്കാരാണ്. പിഷാരടി ജയിച്ചപ്പോൾ ശ്വേത പിഷാരടി ഉമ്മ വയ്ക്കുന്ന ഒരു ഇതാണ് പുറത്തുവിട്ട് ആ ഒരു സന്തോഷം പ്രകടിപ്പിച്ചത്. അത്രയും അവർ ആത്മബന്ധമുള്ള ആൾക്കാരാണ് അവരൊക്കെ. ആ ഒരു ഇതെടുത്ത് പുറത്തിട്ടപ്പോൾ ശ്വേത ഒരു കാര്യം ആലോചിക്കണ്ടേ, ആ മനുഷ്യനെ അത് എത്രമാത്രം ബാധിക്കും. ഇത്രയും പൊളിറ്റിക്കലി ഇത്രയും വലിയൊരു ഇമേജിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ എന്തുമാത്രം മോശം രീതിയിലാണ് ഇപ്പോൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ബീന ചേച്ചി, അതായത് ബീന ആന്റണി എന്ന ആക്ടേഴ്സ് ഇതിൽ ആര് ഭാഗത്താണ് ന്യായം എന്ന് പറയുന്നുണ്ട്. ഇതിൽ ഈ ഒരു അഭിപ്രായത്തോട് തന്നെയാണ് ഞാനും യോജിക്കുന്നത്. കാരണം ഇതിലൊരു മോശമായിട്ട് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. അതായത് സിനിമാ മേഖലയിലായാലും ശരി, ഒരുപാട് വൃത്തികെട്ട നടന്മാരും അതുപോലെ തന്നെ സംവിധായകന്മാരും ഇഷ്യൂ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് അത്തരത്തിലുള്ളൊരു പ്രവൃത്തി അല്ലാത്തത് കൊണ്ടും ഈ ഒരു റെക്കോർഡിലും എനിക്ക് മോശമായിട്ട് ഒരു വാക്കുകളും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. ഇതൊക്കെ പരസ്പരം പറഞ്ഞു തീർക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് വലിയതാക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഗൈസ്, എൻ്റെ അഭിപ്രായമാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ആരുടെ ഭാഗത്താണ്? നിങ്ങൾ ശ്വേതാജിയുടെ ഭാഗത്താണോ അതുപോലെ തന്നെ രമേശ് പിഷാരടി ചേട്ടൻ്റെ ഭാഗത്താണോ എന്ന് പറയണം. ആരുടെ ഭാഗത്താണ് ശരി എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഗൈസ്, എൻ്റെ വീഡിയോ, ഓക്കെ, ബൈ.